കണ്ണൂർ നായനാർ അക്കാദമി ഹാളിൽ നടന്ന അതിവിപുലമായ ഒരു പ്രദർശന നഗരിയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വളരെയേറെ സാമ്പത്തിക ബാധ്യതയും ത്യാഗോജ്ജലമായ പ്രവർത്തനത്തിലൂടെയുമാണ് ഈ പ്രദർശനം ഇവിടെ നടന്നു വരുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് അന്യം നിന്നു പോകുന്ന സ്റ്റാമ്പ് കളക്ഷനും തപാൽ ഉരുപ്പടിയും ലോകരാജ്യങ്ങളിലെ പ്രാചീന കാലം മുതലുള്ള അപൂർവങ്ങളായ നാണയങ്ങളും നോട്ടുകളുടെയും ഒരു പ്രദർശനമാണ് ഇവിടെ നടന്നു വരുന്നത്. നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇതിൻ്റെ മൂല്യവും ശേഖരിക്കുന്നവരുടെ മാനസിക ഉല്ലാസവും എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. നമുക്ക് നേരെ പ്രദർശന നഗരിയിലേക്ക് പോകാം. അതിനു മുന്നേ നമുക്ക് സ്റ്റാമ്പ് കളക്ഷൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി മനസ്സിലാക്കണം. നമുക്ക് അതൊന്ന് കേൾക്കാം. സ്റ്റാമ്പ് തുടങ്ങിയിട്ട് ഒരു 40 വർഷത്തോളം സ്റ്റാമ്പ് തുടങ്ങിയത് 89 ഞങ്ങൾ ആരംഭിച്ച ക്ലബ്ബാണ് കാനനൂർ ഫിലാറ്റലി ക്ലബ്ബ്. എൻ്റെ മെയിൻ ഹോബി സ്റ്റാമ്പ് കളക്ഷനാണ്. അപ്പോൾ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് തീവണ്ടിയുടെ ചിത്രങ്ങളിലുള്ള. ഇപ്പോൾ ഒരു 10-40 വർഷമായിട്ടുണ്ടാവും. എന്തുകൊണ്ടാ വെച്ചാൽ എൻ്റെ അച്ഛൻ കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഞാനത് കണ്ടിന്യൂ ചെയ്തത്. 10-30 വർഷമായിട്ട് തുടങ്ങിക്കൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യ, റിപ്പബ്ലിക് ഇന്ത്യ കോയിൻ. സ്റ്റാമ്പ് ശേഖരണ പ്രദർശനം. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വിനോദങ്ങളിൽ ഒന്നാണ് സ്റ്റാമ്പ് ശേഖരണം. കേൾക്കുമ്പോൾ വെറുമൊരു വിനോദം എന്ന് തോന്നിയേക്കാം. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ചരിത്ര സംഭവങ്ങൾ വരെ സ്റ്റാമ്പ് ശേഖരണത്തിന് പിന്നിലുണ്ട്. നമുക്ക് വില്യം ഹെൻറി എന്ന വ്യവസായിയുടെ കഥയിലേക്ക് പോകാം. വലിയൊരു കമ്പനിയുടെ ഉടമയായിരുന്നു അദ്ദേഹം. എന്നാൽ കാലക്രമേണ കമ്പനി നടത്തിപ്പിൽ ഭീമമായ നഷ്ടം നേരിട്ടു. ഒടുവിൽ കടത്തിൽ നിന്ന് രക്ഷ നേടാൻ തൻ്റെ ആസ്തിവകകളും കൊട്ടാര സമാനമായ വീടും വിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. എല്ലാം വിറ്റൊഴിയുന്ന താങ്കൾക്ക് ഈ വീട്ടിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു മാത്രം എടുത്തുകൊണ്ടുപോകാം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു പഴയ ആൽബം പോലെയുള്ള കവർ കയ്യിലെടുത്തു. എനിക്കിതു മാത്രം മതി എന്ന് പറഞ്ഞ് ഭാര്യയെയും കൂട്ടി അദ്ദേഹം ആ വീട് വിട്ടിറങ്ങി. ഏറെ നാളുകൾക്ക് ശേഷം എല്ലാം നഷ്ടപ്പെട്ട തങ്ങളുടെ മുതലാളിക്ക് ഒരു ചെറിയ വീട് വെച്ച് നൽകാൻ മുൻ ജീവനക്കാരും സുഹൃത്തുക്കളും തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തെ തേടിയെത്തിയവർ കണ്ടത് അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു. പഴയതിനേക്കാൾ പ്രൗഢിയുള്ള മറ്റൊരു കൊട്ടാര സമാനമായ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. എല്ലാം നഷ്ടപ്പെട്ട ഇദ്ദേഹത്തിന് ഇത്രയും വലിയൊരു സൗധം പണിയാനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു? അവരുടെ അത്ഭുതം കണ്ട അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആ പഴയ കവർ തുറന്നു കാണിച്ചു. അതിൽ അദ്ദേഹം ചെറുപ്പം മുതൽ ശേഖരിച്ച അപൂർവമായ സ്റ്റാമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. കൂട്ടത്തിൽ പെനി ബ്ലൂ എന്ന ലോകത്തിലെ ഏറ്റവും വില കൂടിയ സ്റ്റാമ്പും ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ അദ്ദേഹത്തിന്റെ ജീവിതവും സ്വപ്നങ്ങളും തിരിച്ചു പിടിക്കാൻ സഹായിച്ചത് ആ സ്റ്റാമ്പുകളായിരുന്നു. സ്റ്റാമ്പുകൾക്ക് ഇങ്ങനെയും ഒരു ചരിത്രമുണ്ട്. അങ്ങനെ വില കൂടിയ സ്റ്റാമ്പുകളെക്കുറിച്ചും സ്റ്റാമ്പ് ശേഖരണം എന്ന വിശാലമായ ലോകത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം കണ്ണൂർ നായനാർ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു പ്രദർശനമാണ്. സ്റ്റാമ്പുകൾ മാത്രമല്ല, ലോകരാജ്യങ്ങളിലെ നാണയങ്ങളുടെയും നോട്ടുകളുടെയും അതിവിപുലമായ ഒരു ശേഖരം അവിടെ ഉണ്ടായിരുന്നു. അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. സ്റ്റാമ്പുകൾ ശേഖരിക്കുന്ന ഈ വിനോദത്തിനെ ഫിലാറ്റലി എന്നാണ് പറയുന്നത്. ഫിലോസ് അതായത് ഇഷ്ടം, അറ്റലിയ നികുതി ഇല്ലാത്തത് എന്നീ 2 ഗ്രീക്ക് പദങ്ങൾ ചേർത്താണ് ഫിലാറ്റലി എന്ന വാക്കുണ്ടായത്. ഇനി നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് കണ്ണോടിക്കാം. എന്തൊക്കെ വിസ്മയങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് നോക്കാം. പുരാതന നാണയങ്ങൾ, അനുസ്മരണ നാണയങ്ങൾ, രൂപമാറ്റം സംഭവിച്ച അപൂർവ നാണയങ്ങൾ, നോട്ടുകൾ, ബ്രിട്ടീഷ് ഇന്ത്യ, ഫ്രഞ്ച് ഇന്ത്യ, പോർച്ചുഗീസ് ഇന്ത്യ, ഇന്ത്യൻ കോമറേറ്റീവ് കോയിനേഴ്സ് വരുന്ന 100 രൂപ, 50 രൂപ, 150 രൂപ, 1000 രൂപ കോമറേറ്റീവ് എല്ലാവരും ഒരുപാട് നാണയങ്ങൾ. ഇപ്പോൾ ഒരുപാട് നാണയങ്ങൾ ഇങ്ങനെ അത് ഓരോരു മെമ്മറി. ഇപ്പോൾ 100 വാർഷികം വരുമ്പോൾ 100 രൂപ ഇറക്കും, 125 വാർഷികത്തിന് 125 രൂപ ഇറക്കും. അങ്ങനെ ഇത് റിസർവ് ബാങ്കിൻ്റെ കോയിൻസാണ് 1000 രൂപ.
ഇത് നമുക്ക് മാർക്കറ്റിൽ ഇല്ല, മാർക്കറ്റിൽ കിട്ടും. മാർക്കറ്റിൽ ആ സമയത്ത് അവർ ബുക്ക് ചെയ്യുമ്പോൾ അവർ കോയിൻ അടിക്കുന്ന സമയത്ത് തന്നെ റിസർവ് ബാങ്കിൻ്റെ അടുത്ത് ബുക്ക് ചെയ്തിട്ട് വാങ്ങിക്കണം. സർക്കുലേഷനിൽ ഉപയോഗിക്കാൻ പറ്റില്ല. സർക്കുലേഷൻ ഉപയോഗിക്കാം. ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് വെറും പ്രദർശനം മാത്രം. പ്രദർശനം മാത്രം. മാത്രം. ഓഹോ, ഇതൊക്കെയാണ് എന്തിനാണ്? അതെല്ലാം അതിന് വിട്ട കോയിൻസ്. ഇതെല്ലാം ഇത് പിന്നെ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ അടിക്കുന്ന കോയിൻസ് ഉണ്ട്. ഇപ്പോൾ ഫുട്ബോൾ ഏഷ്യൻ ഗെയിംസിൻ്റെ സമയത്ത് അവരടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അവര് ഇന്ത്യനല്ല, ഇതൊന്നും ഇന്ത്യയിലല്ല. ഇതൊക്കെ പിന്നെ ഏതാണ്? ഇവിടെ നോട്ടുകളും നാണയങ്ങളും മാത്രമല്ല, അറിവുകൾ കൂടിയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇത്രയും വിശാലമായ ഒരു സ്റ്റാമ്പ് ശേഖരണ പ്രദർശനം കണ്ണൂരിൽ ഒരുക്കിയ സംഘാടകരെയും ഇതിൽ പങ്കെടുത്ത നിരവധിയായ നല്ല മനുഷ്യരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ, ഫ്രഞ്ച് ഇന്ത്യ, പോർച്ചുഗീസ് ഇന്ത്യ എന്നീ കാലഘട്ടത്തിലെ നാണയങ്ങൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ, പ്ലാസ്റ്റിക് നോട്ടുകൾ, തിരുവിതാംകൂർ രാജാക്കന്മാർ പുറത്തിറക്കിയ പൊൻപണം, ഇന്ത്യ കറൻസിയോ? ആ, ഇന്ത്യൻ കറൻസിയാണ്. 1000 രൂപേൻ്റെ, 100 രൂപേൻ്റെ ഇന്ത്യൻ കറൻസി. ഇത് ബ്രിട്ടീഷ് ഇന്ത്യ. പക്ഷെ അതിപ്പോൾ അങ്ങനെ ഇതിലെല്ലാത്തിൽ മിക്സ് ചെയ്ത് വെച്ചോണ്ട്. നമസ്കാരം. എൻ്റെ പേര് മുകുന്ദൻ. പുതിയ പേരിൽ 1989 ഞങ്ങൾ ആരംഭിച്ച ക്ലബ്ബാണ് കാനനൂർ ഫിലാറ്റലി ക്ലബ്ബ്. ഇപ്പോൾ നിലവിൽ 227 ലൈഫ് മെമ്പർമാരുണ്ട് ഞങ്ങൾക്ക്. എന്നാൽ അതൊരു ഹോബിയായിട്ട് കൊണ്ടു നടത്തുന്ന ആളുകളെ മാത്രം സ്വീകരിക്കുക എന്നൊരു നിലയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ 3 കൊല്ലം കൂടുമ്പോഴാണ് ഒരു എക്സിബിഷൻ നടത്തുക. അങ്ങനെ നടക്കുന്ന 12ാമത്തെ അഖിലേന്ത്യാ എക്സിബിഷനാണ് ഇപ്പോൾ ഇവിടെ EK നായനാർ മെമ്മോറിയൽ ഹാളിൽ നടക്കുന്നത്. ഇങ്ങനെ വരുന്ന പ്രദർശനങ്ങളിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശ്യം. അതേസമയത്ത് ഇതിൻ്റെ സൈഡ് പിടിച്ചിട്ട് കച്ചവടവും നടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ ഞാനത് വിൽക്കാൻ തയ്യാറാണെങ്കിൽ അത് എനിക്ക് പിന്നെ വിൽപ്പന നടത്തി ഒരു ചെറിയ പൈസ ഒക്കെ വിൽപ്പന നടത്തിയിട്ട് അത് സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ഈ കലക്ഷൻ കൊണ്ട് നഷ്ടമല്ലാതെ ലാഭം ഇല്ല. നിങ്ങൾ ഇത്രയും ഒരു സംരംഭം നടത്തി വരുന്നത് തന്നെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വളരെയധികം ആകർഷകമായ ഒരു സംരംഭമാണ്. അത് പുതിയ തലമുറക്കാർ ജസ്റ്റ് ഇതൊന്ന് കണ്ടിട്ടെങ്കിലും പോകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഞങ്ങളുടെ ആഗ്രഹവും. ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിക്കാൻ വന്നതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. നമസ്കാരം. പേരെങ്ങനെ? എൻ്റെ പേര് ജയദേവ്. എവിടെ സ്ഥലം? ഞാൻ കണ്ണൂരിൽ തന്നെയാണ്. ഫാർമസിയാണ്. 39 വർഷമായിട്ട് ജയശ്രീ മെഡിക്കൽസ് എന്നുള്ളൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താ? ഒരു ഹോബി എന്ന നിലയിൽ ഒരു 10-30 വർഷമായിട്ട് തുടങ്ങിക്കൊണ്ട് ആയതാണ്. അപ്പോൾ ആദ്യം കോയിൻസ് കളക്ട് ചെയ്ത് പിന്നെ അങ്ങനെ സ്റ്റാമ്പിലേക്ക് തിരിഞ്ഞു, പിന്നെ കറൻസിയിലേക്ക് തിരിഞ്ഞു. ഇപ്പം ഫുൾ ടൈം ബ്രിട്ടീഷ് ഇന്ത്യ, റിപ്പബ്ലിക് ഇന്ത്യ കോയിൻ മാത്രമേ കളക്ട് ചെയ്യുന്നു. അതെ, ബ്രിട്ടീഷ് ഇന്ത്യ, റിപ്പബ്ലിക് ഇന്ത്യ. പല സ്ഥലങ്ങളിൽ നിന്നായി ഡീലർമാർ എടുക്കുന്നു. ഓൾ ഇന്ത്യ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിക്കും. കുറേ ഇയറെല്ലാം ഇപ്പം ഓരോ ഇതുകൊണ്ട് മെൽറ്റ് ചെയ്തിട്ട്, അത് ഫൈൻ കോപ്പർ ആയതുകൊണ്ട് എല്ലാം മെൽറ്റ് ചെയ്തിട്ടെല്ലാം പോയതുകൊണ്ട് ആ ഇയറിലെല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് എൻ്റെ 99% കംപ്ലീറ്റ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യ.
അപ്പോൾ ഇതിന് ആ തുകക്ക് നമ്മൾക്ക് എന്ത് പൈസ വില കൊടുത്തിട്ട് വേണം ഇത് വാങ്ങിക്കാൻ? വില ചില ഇയർ വളരെയധികം വില കൊടുക്കേണ്ടി വരും. ചിലത് കോമൺ ആയിട്ട് കിട്ടും, ചില ഇയർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു പക്ഷേ നമ്മൾ തേടി തന്നെ വെറും 1/12, അതായത് 1/12 1974 എന്ന് പറയുന്ന ഒരു കോയിന് ഇന്നിപ്പോൾ ഒരു 30,000-40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അതിൻ്റെ തന്നെ ചിലപ്പോൾ ഫോർജറിയെല്ലാം വരുന്നുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ജെന്യൂനിറ്റി ഉള്ള ഒരു കോയിന് കളക്ട് ചെയ്ത് അത്രയും കൊടുക്കണം. അതേ സമയത്ത് തന്നെ ₹60 1875 വളരെ റെയറായിട്ടുള്ള സാധനമാണ്. ഇന്ന് കറണ്ട് മാർക്കറ്റ് വാല്യൂ 80,000-നും 1,00,000-നും ഇടയിലാണ്. അത്രയും കോയിൻസൊക്കെ ഇപ്പം ഇതൊക്കെ കയ്യിലുണ്ടോ? ഞാൻ ഈ പ്രദർശന നഗരിയിൽ ഞാൻ 1835 മുതൽ 1950 വരെയുള്ള കംപ്ലീറ്റ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കോപ്പർ നിക്കൽ കോയിൻ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമമറേഷൻ കോയിനിൽ 5 പൈസ മുതൽ 10 രൂപ വരെയുള്ള ഒരു കോയിനും മിസ്സിങ് ഇല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ്, അതായത് പോസ്റ്റ് റിപ്പബ്ലിക് ഇന്ത്യൻ്റെ 1950 മുതൽ അപ് ടു 2025 വരെയുള്ള എല്ലാ കോയിനും മിൻറ്റ് വൈസ്, അതായത് 4 കമ്മട്ടത്തിൽ നമുക്ക് കോയിന് സ്ട്രക്ക് ചെയ്യുക. ബോംബെ, കൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ. ഈ ഓരോ മിൻറ്റും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇയറിൻ്റെ താഴെ ഒരു മിൻറ്റ് മാർക്ക് ഉണ്ടാവും. അതായത് ബോംബെ ആണെങ്കിൽ ഡയമണ്ടിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവും, കൽക്കത്ത ആണെങ്കിൽ നോ മിൻറ്റ് മാർക്ക്, ഹൈദരാബാദ് സ്റ്റാർ, നോയിഡ മൈക്രോസ്കോപ്പിക് ഡോട്ട്. അങ്ങനെ ഈ 4 മിൻറ്റ് മാർക്ക് കൊണ്ടാണ് നമുക്ക് ആ കോയിൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ജനറൽ സർക്കുലേഷൻ 1 പൈസ മുതൽ അപ് ടു ഡേറ്റ് ഇതുവരെയുള്ള എല്ലാ കോയിനും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ നന്ദി. ഇത്രയും സംരംഭം ചെയ്തത് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ആയിക്കോട്ടെ, ഇനിയും കൂടുതൽ കളക്ഷൻ ഉണ്ടാവാൻ സാധിക്കട്ടെ. വളരെയധികം താങ്ക് യു. മഹാത്മാഗാന്ധി പയ്യന്നൂർ സന്ദർശിച്ച ഓർമ്മ സൂചകമായി പുറത്തിറക്കിയ സ്റ്റാമ്പ്, തുടർന്ന് കഥകളി കേരള വിഷയമാക്കിയിട്ടുള്ള സ്റ്റാമ്പ്, വി.ആർ. കൃഷ്ണയ്യർ, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, തുടർന്ന് അച്യുത മേനോൻ, കെ. കരുണാകരൻ, സി. കേശവൻ, A.K. ഗോപാലൻ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, വക്കം അബ്ദുൾ ഖാദർ, E.K. ഇമ്പിച്ചിവാവ, മുഹമ്മദ് റാഫി എന്നിവരുടെ സ്റ്റാമ്പും കാണാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എവിടെയാ സ്ഥലം? എവിടെയാണ്? എൻ്റെ വീട് കോലത്തുവലി, ഈച്ചേരി കോലത്തുവലി. ഇപ്പം ഏതാണ് മെയിൻ കോയിനാണോ? കോയിനാണ് കളക്ട് ചെയ്യുന്നത്. ആദ്യം സ്റ്റാമ്പായിരുന്നു. ഞാൻ 10th പഠിക്കുമ്പോഴാണ് സ്റ്റാമ്പ് കളക്ഷൻ തുടങ്ങിയത്. അപ്പോൾ അത് സ്റ്റാമ്പ് കളക്ഷൻ 10th ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചതിന് ശേഷമാണ് കോയിൻസിലേക്ക് എത്തിയത്. ഇപ്പോൾ ഒരു 40 വർഷമായിട്ടുണ്ടാവും. 40 വർഷമായിട്ടുണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഞാനത് കണ്ടിന്യൂ ചെയ്തത്. ഇത് ഇല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആ സാധനങ്ങൾ. എനിക്ക് കിട്ടണമെങ്കിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഓൾമോസ്റ്റ് ബാക്കിയെല്ലാം കിട്ടിക്കഴിഞ്ഞു. എനിക്ക് കിട്ടണമെങ്കിൽ സാമ്പത്തികം ഭയങ്കരമായിട്ട് വേണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കളക്ട് ചെയ്തവന് ഇതിനെക്കൊണ്ട് ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ കളക്ട് ചെയ്യുന്ന നമ്മളെ തലമുറയില്ലേ, ആ തലമുറക്ക് ഇതൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഒന്നുകൂടെ നമ്മളിത് വിൽക്കൂല. ഈ കളക്ട് ചെയ്യുന്ന ആൾ ഒരിക്കലും ഇത് വിൽക്കൂല. തന്നെ എല്ലാ രാജ്യവും കോയിൻസും പിന്നെ നോട്ടുകളിൽ അടിക്കുന്നത് കുറച്ചിട്ടാണ്. അതെ, അല്ല കുറക്കുന്നല്ല. അതായത് ഇതൊരു ഹോബിയല്ലേ. അതായത് വേൾഡിലെ ഏറ്റവും വലിയ ഹോബിയായിരുന്നു. അത് ഇല്ലടത്തോളം കാലം അത് നിലനിൽക്കും. ഇപ്പം അടിക്കണം എന്നില്ല, ഉള്ളത് കളക്ട് ചെയ്താൽ മതിയല്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ഈ ഡിജിറ്റൽ കറൻസിയുടെ ആ സിസ്റ്റം വന്നതോടുകൂടി പിന്നെ ആരും തന്നെ നോട്ട് കൊണ്ട് നടക്കലോ ചില്ലറ വാങ്ങിക്കലോ കുഴിക്കലോ ഒന്നുമില്ല. ഏതായാലും വലിയൊരു സംരംഭമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതിനെ ഇത്രമാത്രം പോഷിപ്പിക്കുന്നുണ്ട് എന്ന് കാണുന്നതിൽ അതിലേറെ സന്തോഷമുണ്ട്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എൻ്റെ പേര് പ്രേമരാജൻ. അലവിലാണ് താമസം. അലവിൽ 5 പറമ്പിൽ. ഹോബി പിന്നെ കോയിൻസ്, കറൻസി, പിന്നെ സ്റ്റാമ്പ്സ്, ആൻറ്റിക്സ്. എത്ര വർഷമായിട്ടുണ്ടാവും ഇത് തുടങ്ങാൻ? സ്റ്റാമ്പ് തുടങ്ങിയിട്ട് ഒരു 40 വർഷത്തോളം ആയി. 40 വർഷം സ്റ്റാമ്പ് തുടങ്ങിയത്. ആപ്പിൻ്റെ ശേഷം 8ാം ക്ലാസ് പഠിക്കുമ്പോൾ പറഞ്ഞ മാതിരി സ്റ്റാമ്പ് കളക്ഷനിൽ ഇറങ്ങിയതൊന്നും
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ സ്റ്റാമ്പിലേക്ക് കോയിൻസിലേക്ക് പോയി കറൻസി. ഇപ്പോൾ കുറച്ച് ആൻറ്റിക്സ് ആകുമ്പോൾ കൂടുതൽ ഉണ്ടാവാൻ തോന്നുന്നു. കുറച്ചും കൂടി കൂടുതൽ അത് വീട്ടിൽ വ്യാപകമായിട്ടുണ്ടാവില്ല. വ്യാപകമായിട്ടുണ്ട്. ആൻറ്റിക്സിൽ തന്നെ പിന്നെ ഗ്രാം ഫോണാണ് ഒരു മെയിൻ കണക്ഷൻ. ഒരു ലാഭകരമായ പരിപാടി അങ്ങനെയാണ് ലാഭകരമൊന്നുമില്ല, നമ്മൾക്കുള്ള ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു തൃപ്തി മാത്രം, വേറൊന്നുമില്ല. ലാഭകരമൊന്നും പറയില്ല, കാരണം നമ്മൾ ഇതെല്ലാം മോഹവിലല്ലേ. ഇതിന് കിട്ടുന്ന സാധനങ്ങൾ എവിടുന്ന് കാര്യങ്ങൾ കൊടുക്കുന്നു പറയുമ്പോൾ പിന്നെ നമുക്ക് താല്പര്യമില്ല അവർ പറയുന്ന മോഹവിലക്ക് നമ്മൾ എടുക്കും. സ്റ്റാർ മാർക്കുള്ള കറൻസികളാണ്, അത് അധികാരവും അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവില്ല. കറൻസിൻ്റെ നമ്പറിന് തൊട്ട് മുന്നിലായിട്ട് ഒരു സ്റ്റാർ മാർക്ക് ഉണ്ടാവും. അത് അറിയപ്പെടുന്നത് വെച്ചാൽ അതിൽ നമ്മളിപ്പോൾ കറൻസി ഒരു കോടിക്കണക്കിന് കറൻസികൾ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് പീസ് ഡാമേജ് ആയിട്ട് കഷ്ടപ്പെടും. അപ്പോൾ ആ ഡാമേജ് അവരെ പ്രിന്റ് ചെയ്യുന്ന അവിടെ സ്ഥലത്ത് തന്നെ അതിൻ്റെ എണ്ണം വെച്ചിട്ട് അതിന് അറിയപ്പെടാൻ വേണ്ടിയാണ് ഒരു സ്റ്റാർ മാർക്ക്. പോളിമർ കറൻസിയാണ്, അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിനൊരു കേടും വരില്ല. വെള്ളത്തിൽ പ്രിന്റ് പോയി പോവുകയോ അല്ല കളർ ചേഞ്ച് ആവുകയോ ഒന്നും ചെയ്യില്ല. 2-3 ദിവസം ചെയ്തിട്ട് വെള്ളത്തിലിട്ട് നോക്കിയിരുന്നു, ഒരു കേടും വരാത്തത്. പ്ലാസ്റ്റിക് പിന്നെ പറയുന്നു പേപ്പറാണെങ്കിൽ മാത്രമല്ല അരിഞ്ഞെല്ലാം പോവുള്ളൂ. ഇത് ഇന്ത്യൻ കറൻസി തന്നെയാണ്. ഇന്ത്യൻ കറൻസി തന്നെ നല്ല ഫാൻസി നമ്പറായിട്ടൊരു കളക്ട് ചെയ്തെടുത്തതാണ്. കാരണം കണ്ടിന്യൂ ഒന്നിക്കൽ 10000 ആയിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള നമ്പേഴ്സ്, ഒരു ഫാൻസി നമ്പേഴ്സ്. നമ്മളൊരു ബണ്ടലിലാണെങ്കിൽ 000 ലാസ്റ്റ് 1 ഉണ്ടാവും. അപ്പോൾ ആ ബണ്ടലിൽ തന്നെ കണ്ടിന്യൂ 1, 2, 3, 4, 5 അങ്ങനെ കിട്ടും. അത് അല്ലെങ്കിൽ പിന്നെ അത് ശേഷം അത് 1000 മാത്രം കിട്ടണമെങ്കിൽ അത് ഒരു ബണ്ടലിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്നത് ഒരു 5-6 റിമ്മ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു നമ്പർ കിട്ടുള്ളൂ. ലോകത്ത് വളരെ അപൂർവമായി കാണാൻ കഴിയുന്ന സ്വർണം വെള്ളി നോട്ടുകൾ. ഇതിൽ ലോകത്തെ ആദ്യത്തെ സ്വർണം വെള്ളി നോട്ടുകളും ഉണ്ട്. ഇത് പ്രത്യേക കൗതുകമാണ്. ഇതെല്ലാം ഡീലേഴ്സ്, ഇതിൻ്റെ സെയിൽസിനുള്ള ഡീലേഴ്സാണ്. സെയിൽസ് തന്നെ, അത് സെയിൽസ് തന്നെ. അതിലിപ്പോൾ ഇത് സെയിൽ നമ്മളുടെ അടുത്ത് അങ്ങോട്ടേക്കും അവരുടെ അടുത്ത് നമ്മൾ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അവരുടെ അങ്ങോട്ടേക്ക് വാങ്ങിക്കും, അവരുടെ അടുത്ത് നമുക്ക് വില കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ എറണാകുളം, കോഴിക്കോട് മുതൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ ഇപ്പം ഇവിടെ തന്നെ ഇപ്പം പിന്നെ തായ്ലൻഡിൽ നിന്നുള്ള ആൾ വന്നിട്ടുണ്ട് ഇവിടെ. അതിന് വേണ്ടിയിട്ട് അത് ഇവരുടെ അടുത്ത് തന്നെ നമുക്കിപ്പം ഒരു കളക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഡയറക്റ്റായിട്ട് നമ്മൾക്ക് കിട്ടില്ല, അവരുടെ അടുത്ത് തന്നെ കിട്ടുള്ളൂ. ഇവരുടെ അടുത്ത് നിന്ന് കൂടുതൽ സാധനങ്ങൾ മെറ്റീരിയൽ കിട്ടുക. പോസ്റ്റ് ഓഫീസിൽ നിന്നൊന്നും അങ്ങനെ വിദേശ രാജ്യത്തിൻ്റെ സ്റ്റാമ്പും കവറും അങ്ങനെയുള്ള ഒന്നും കിട്ടില്ലല്ലോ. ഇതിന് ഏജൻസി അല്ല, ഇതിൻ്റെ ഏജൻസി നോക്കിയാൽ ഇതൊന്നുമല്ല. എൻ്റെ പേര് ശ്രീദീപ് AK അലവിൻ. എൻ്റെ മെയിൻ ഹോബി സ്റ്റാമ്പ് കളക്ഷനാണ്. അപ്പോൾ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് തീവണ്ടിയുടെ ചിത്രങ്ങളിലുള്ള റെയിൽവേസ്, റെയിൽവേയുടെ സ്റ്റാമ്പുകളാണ് കൂടുതൽ. കാരണം ഞാൻ വർക്ക് ചെയ്തത് റെയിൽവേയിലായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. അപ്പോൾ എൻ്റെ ഫീൽഡ് റെയിൽവേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു മാത്രം. എത്ര വർഷമായി ഈ കളക്ഷൻ തുടങ്ങിയിട്ട്? 50 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. കാരണം ഞാൻ SSLC പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ കളക്ഷനാണ്. നല്ലൊരു തുക ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും നഷ്ടം വരില്ല, കാരണം വില കൂടി വരികയുള്ളൂ എല്ലാ സാധനത്തിനും. തലമുറകൾക്ക് കൈമാറാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. പുതിയ തലമുറ ഇതിൽ നിന്ന് പുറകെ പോകുന്നില്ല. പക്ഷേങ്കിൽ നമുക്ക് ഒരു മാനസിക ഉല്ലാസം, പിന്നെ അതാണ് ഏറ്റവും മുഖ്യമായത്. നമ്മൾ വേറെ ചിലവുകളൊന്നുമില്ല, വഴിതെറ്റി പോകുന്നില്ല, വേണ്ടാത്ത വൈസസൊന്നുമില്ല. ആകെയുള്ള ഇത് കുഴപ്പം ഇത് മാത്രമേ ഉള്ളൂ. അത് ക്രിയേറ്റീവാണ്. പിന്നെ ഇത് കിങ് ഓഫ് ഹോബീസ് എന്നാണ് പറയുക. എല്ലാവർക്കും പല പല ഹോബീസും ഉണ്ട് ലോകത്തിൽ. അപ്പോൾ ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് ഫിലാറ്റലി. അതിപ്പം മാറിയിട്ട് ഒരു കണക്കിന് രാജാക്കന്മാരുടെ ഹോബി എന്നും പറയും, കാരണം അത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട്. പിന്നെ നോളജ് ഒരുപാട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റാമ്പിലും ഓരോ ചരിത്രങ്ങളും ഓരോ കഥകളും ഒടുങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പറകിലോട്ട്. ഓക്കെ, വളരെ നന്ദി. ഏതായാലും നിങ്ങൾ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. ഈ സ്റ്റാമ്പ് കളക്ഷനും പ്രത്യേകതയുള്ളത് എന്താ വെച്ചാൽ അത് കളക്ട് ചെയ്യുന്നവർ പ്രത്യേക സബ്ജക്റ്റായിട്ടാണ് എടുക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു രാമായണം, സ്പോർട്സ്, മെഡിക്കൽ, നേതാക്കന്മാർ, പുഷ്പങ്ങൾ, മൃഗങ്ങൾ,
ഫ്ലാഗ്, വിവിധ രാജ്യങ്ങളുടെ പതാകകൾ, ഇങ്ങനെ ഓരോ ഐറ്റമായിട്ടാണ് ഓരോരുത്തർ പ്രത്യേകമായിട്ട് ഈ സ്റ്റാമ്പൊക്കെ കളക്ട് ചെയ്തത്. അപ്പോൾ അതിൽ വെച്ച് തന്നെ ആ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയും ആ രാജ്യത്തിൻ്റെ ചരിത്രവും ഏത് നോക്കുന്ന ആൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. പുതുതായിട്ട് ഇപ്പോൾ സ്റ്റാമ്പും നാണയങ്ങളും ഇറക്കുകയോ അവ പ്രചാരത്തിൽ വരികയോ ചെയ്യാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ സൂക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഇത്തരം പരിപാടികൾ ഈ ടെലികാസ്റ്റ് ചെയ്യുന്നതിലൂടെ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി അവരിതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ തലമുറക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ മേഖലയിലൂടെ വന്നവരായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. അവർക്ക് സ്റ്റാമ്പും നാണയമൊക്കെ തികച്ചും കൗതുകകരമാണ്. അവരിതിലൂടെ നമ്മൾ ഈ കാണിക്കുന്ന ഈ പ്രദർശനത്തിലൂടെയും അത് ചെയ്യുന്ന ടെലികാസ്റ്റിലൂടെയും വേണം അവർ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. പുതുതലമുറയ്ക്ക് ഇതൊന്നും വലിയ അതിശയമല്ല. എന്നാലും അവരൊക്കെ ഈ പ്രദർശനങ്ങൾ കണ്ട് പലതും പഠിക്കുവാനുണ്ട്. ഈ സംരംഭത്തിൽ പങ്കാളികളായവരെ ഓരോരുത്തരെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഇത്തരം വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.